Hello guys, good morning and welcome back to my channel. So നമ്മുടെ പുതിയൊരു വ്ളോഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വ്ളോഗ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി എല്ലാ വ്ളോഗ്സും കാണാം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ എനിക്ക് വടയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ അടിപൊളി വടയാണ് കിട്ടുന്നത്. നമ്മൾ എവിടുന്ന കഴിക്കുന്നതൊന്നും കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് എപ്പോഴും എന്തിനാ പറയുന്നത്, മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഓണിയൻ ഉത്തപ്പവും കൂടെ ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് കൗശന്റെ ഹസ്ബൻഡാണ്, ആള് നമ്മളെ കൂടെ തന്നെ ഹോട്ടലിലേക്ക് വരുന്നുണ്ടായിരുന്നു, എന്തോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതാ നമ്മുടെ കുക്കീസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, കുറച്ച് ബട്ടർ കുക്കിയും കാര്യങ്ങളും പിന്നെ പഴയ മുറുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അവിടെ തന്നെ. അപ്പം ഒരു കോഫി എടുക്കുക, കോഫി വേണ്ട, ഞാനൊരു ഗ്രീൻ ടീ കഴിക്കാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പൊ കൗശൽ ഒരു കോഫിയും കൂടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു, എന്തൊക്കെയോ എടുത്തോണ്ട് നടക്കുന്നത് കണ്ട്. അപ്പം ബട്ടർ കുക്കി നല്ല ടേസ്റ്റ് ഉണ്ട്, എടുത്തോ കഴിച്ചോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര നോയ്സ് ആണ് പുറത്തത്തെ, അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് ഒക്കെ എന്താ പറയാ ഡിലീറ്റ് ആക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. താങ്ക് യു. അങ്ങനെ കോഫി കുടിയും ചായ കുടിയും ഗ്രീൻ ടീ കുടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സീരിയസ് മാറ്ററായി നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മളിതിപ്പോ ഇലക്ട്രോ കോട്ടറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാഗ്സും വാട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പം അതിന്റെ ലെക്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ പ്രാക്ടിക്കൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടൊമാറ്റോ ആണ് തന്നിട്ടുള്ളത്, ബിക്കോസ് ഡയറക്റ്റ് പേഷ്യന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന്റെ സ്കിൻ അങ്ങ് ഫീൽ ചെയ്തു. നമുക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും നമ്മൾ കുറച്ച് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് എന്റെ കയ്യൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു അർത്തിങ് കാരണമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്, പക്ഷെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതിനൊരു നമ്മൾ ശരിക്കും പേഷ്യന്റിൽ ചെയ്യുമ്പം ആ ഒരു ബ്ലാക്ക് ടൊമാറ്റോ വെച്ചിട്ടുള്ള ബ്ലാക്ക് ഷീറ്റ് നമ്മൾ പേഷ്യന്റിന്റെ കയ്യിലാണ് കൊടുക്കുക. അപ്പം ഇതിപ്പം ടൊമാറ്റോ വെച്ചതുകൊണ്ട് ഒട്ടും കുറച്ച് കെയർലെസ് ആയിട്ടൊന്നും തൊട്ടുപോയി. അപ്പൊ ചെറുതായിട്ടൊന്ന് പൊള്ളി കുറച്ച്, പക്ഷെ പൊള്ളുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേണിങ് സെൻസേഷനും പിന്നെ ഒരു എന്തൊരു കുഴി പോലെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ഹാൻഡ്സ് ഓൺ ചെയ്യാണ്. ഇതൊക്കെ കുറച്ച് പേർക്കെങ്കിലും പരാതി ഉണ്ട്, ഞാൻ വെറും ഫുഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ അതിന്റെ റിവ്യൂസ് ഞാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ, ഞാൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് പിന്നെ എന്താ പറയാ സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് ഓരോരോ വിഷ്വൽസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതൊരു വാട്ടർ റിമൂവൽ കേസ്, വാട്ടർ അല്ല ടാഗ് റിമൂവൽ കേസ് ആയിരുന്നു. അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തർക്കായിട്ടും ചാൻസ് ഉണ്ട്, എല്ലാവർക്കും പേഷ്യൻസിനെ ചെയ്യാനുള്ള ചാൻസും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടാഗ് റിമൂവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത സെഷനാണ് വരുന്നത്, നമ്മളുടെ മൈക്രോഡോമോ അബ്രേഷൻ എന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു സ്കിന്നിന്റെ ഒരു ലെയറിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് മെഷീന്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് മെക്കാനിസം ഒക്കെ ഉള്ളത് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ചെയ്യുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഒരുപാട് ഭാഗം ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഭയങ്കര ലെങ്ത്, ഏകദേശം 15 minutes ഒക്കെ ആയി പോകുന്നുണ്ട് ഒരു വീഡിയോ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഞാനത് കുറച്ച് ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വൈറ്റമിൻ സി ആണ് ഇപ്പൊ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോന് ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പം അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്തെടുക്കുക. വൈറ്റമിൻ സി തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും സിറം നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള സിറം അത് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റെ ഒരു അടുത്ത പേഷ്യൻ്റ് ആണ്. അപ്പം ആളെ ഞാൻ സെയിം പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എബ്രൈഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ അലൂമിനിയം ഓക്സൈഡിൻ്റെ സ്പ്രേയും കൂടി ഒരു സ്ട്രോക്സും കൂടെ കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മളുടെ സീറം അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പം ബ്രേക്കിൽ ഞാൻ ചെറുതായിട്ടൊരു ലെമൺ വാട്ടർ, ഹോട്ട് വാട്ടറിൽ ലെമൺ മാത്രം സ്ക്വീസ് ചെയ്തിട്ടാണ് എടുത്തത്. എനിക്ക് ഇവിടുത്തെ ടീയും കോഫിയും ഒന്നും പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഭയങ്കര AC ഒക്കെ ഇട്ടിട്ട് ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് തലയൊക്കെ പെരുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ നേരം നമ്മൾ ഹാൻഡ്സ് ഓൺ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്ട്രെസ് വന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താറില്ല, ഭയങ്കര ഒരു തലവേദന ഉണ്ടായിരുന്നു ഇന്നലെ, മൊത്തത്തിലൊരു തലവേദനയായിരുന്നു. എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അതൊക്കെ എടുത്തിരിക്കുമ്പോഴത്തേക്ക് തന്നെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് നേരെ ക്ലാസ്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മൊത്തം ലെക്ചർ തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിന്റെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്, അപ്പൊ ലഞ്ചിന് പോവാണ്.
അപ്പം ലഞ്ച് സാധാരണ പോലെ തന്നെ ബഫറ്റ് തന്നെയാണ് ഇന്നും വരുന്നത്. അപ്പം ഇന്നിപ്പോൾ എന്താ ഉള്ള മെനു നമുക്കൊന്ന് നോക്കാം. വെജ് നൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേസ്ട്രീസ് ഉണ്ടായിരുന്നു, പല പല ഫ്ലേവേഴ്സ് ഉള്ളത്, പിന്നെ ബ്രെഡ് പുഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ ഇത് ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ളത്, അന്നത്തെ പോലത്തെ ബേക്ക്ഡ് അല്ല കേട്ടോ. ഇത് നല്ലതായിരുന്നു. ബേക്ക്ഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇത് നല്ലതാണ്. ഇത് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആൻഡ് സൂപ്പ് നമ്മൾ കോൺ സൂപ്പാണ്, പക്ഷെ അത് കുറച്ച് സ്വീറ്റ്നെസ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കങ്ങനെ തോന്നി. ആൻഡ് പനീർ ഉണ്ട്, പിന്നെ നമ്മളുടെ എപ്പോഴും ഉള്ള ഡാൽ കറി ഉണ്ട്, പിന്നെ സാധാരണ റൈസ് ഉണ്ട്, പിന്നെ ബീൻസ് പൊരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ബീൻസ് ഉപ്പേരിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. സ്റ്റീംഡ് റൈസ് ഉണ്ട്, പിന്നെ മട്ടർ റൈസ് ഉണ്ട്, പിന്നെ ഇത് ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പം അത് എപ്പോഴും ചിക്കൻ ഫിഷ് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മളുടെ നോർമൽ സാലഡ്സും പിന്നെ ആ ദഹിയിലിട്ടിട്ടുള്ള വടയും നല്ല ടേസ്റ്റ്, നല്ല അബദ്ധമുള്ള ടേസ്റ്റുള്ള സാധനം അത്. പിന്നെ ഇത് നമ്മളെ സ്റ്റാർട്ടറാണ്, ഇത് വെജ് സ്റ്റാർട്ടറാണ്. പിന്നെ ഇതൊരു നോൺ വെജ് സ്റ്റാർട്ടർ, ചില്ലി ചിക്കൻ ആണ് സ്റ്റാർട്ടർ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കേർഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കേർഡ് റൈസും കുറച്ച് നമ്മളുടെ ബട്ടർ റൈസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഫിഷും ഇച്ചിരി ചിക്കനും സ്റ്റാർട്ടറിലുള്ള അത് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല, ഇന്ന് ചെറിയ തലവേദനകളുണ്ട്, ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഗുലാബ് ജാമുനും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ കഴിച്ചിട്ട് ഇന്നത്തെ ലഞ്ച് നമ്മളോട് ഫിനിഷ് ചെയ്യാണ്. ലഞ്ചിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത ഹാൻഡ്സ് ഓൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെർമ പെന്നാണ്. ഇതും ആക്നെ സ്കാർസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് 2 ടെക്നിക്കിൽ ചെയ്യാം. ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പഞ്ച് ടെക്നിക്കാണ്, പിന്നെ മറ്റേത് നമുക്ക് മോഷൻ ടെക്നിക്കിലും ചെയ്യാം. ഇത് ഡെർമ റോളറാണ്. ഇതും ആക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ നീഡിലിന്റെ സൈസ് ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 2 രീതിയിലും ഇതും ചെയ്ത് കൊടുക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് സീറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഇതൊന്നും ഫുള്ള് ചെയ്യുന്ന കാണിക്കുന്നില്ല, ബട്ട് ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കോഫി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ ലൈറ്റ് കോഫി എന്നുള്ളൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് വലിയ കുഴപ്പമില്ല, എന്നാലും അത്ര ഭേദമായി എന്നൊന്നും പറയാനില്ല. അപ്പം വലിയ കുഴപ്പമില്ല, കുടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ഒരു 5:30 അങ്ങനെ ആയപ്പോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും കൗശലും കൂടിയിട്ട് നമ്മുടെ ചിക്പേട്ടിലൊക്കെ പോവാണ്. അപ്പൊ ചിക്പേട്ടിൽ അവൾക്ക് എന്തോ അവളുടെ സിസ്റ്ററിന്റെ കല്യാണമാണ് കമ്മിങ് മന്ത് എന്തോ. അപ്പൊ അതുകൊണ്ട് അവൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്പേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളെ ഹസ്ബൻഡ് ചിക്പേട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിക്പേട്ടിലേക്ക് പോവാണ്. മെട്രോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. 2 മെട്രോ മാറി കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഊബർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മൾ മെട്രോ എടുത്തിട്ടാണ് പോയത്. ബട്ട് ടൈം എനിക്ക് തോന്നുന്നു എല്ലാം കണക്കാണെന്ന്. എന്നിട്ട് നമ്മളുടെ ഒരു പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി ഷോപ്പിന്റെ. നമ്മൾ ചിക്പേട്ടിൽ ഇവർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഏത് ഷോപ്പിൽ പോകണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതേ ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ആളെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതാണ് നമ്മുടെ ചിക്പേട്ടിലുള്ള ഷോപ്പാണ്. അപ്പം അവൾക്ക് ഫാൻസി സാരീസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ നോക്കുമായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. സാരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാനിപൂരിയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ കൊറോണന്റെ സീനൊക്കെ ഉള്ളതുകൊണ്ട് 8:30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പാനിപൂരി കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് അവളുടെ കൂടെ ഉള്ളത് അവളുടെ ഹസ്ബൻഡിന്റെ ബ്രദറാണ്. ആളിപ്പം ബാംഗ്ലൂർ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇവളെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ മെട്രോയിലേക്ക് കയറിയിട്ടുണ്ട്. മെട്രോ സാധാരണ മാറി മജസ്റ്റിക്കിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ബയ്യപ്പൻഹള്ളിയിൽ ഇറങ്ങിയിട്ട് വേണം ഊബർ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും, നമ്മൾ വീട്ടിലെത്തലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് മെട്രോ എടുക്കുന്നത്. അപ്പം ഒരുപാട് ലേറ്റ് ആയി, 9:30 അങ്ങനെ ആയി അപ്പത്തേക്ക് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ അപ്പാർട്ട്മെന്റ് താഴെ എത്തിയപ്പോഴാണ് നമ്മളുടെ പേരക്ക ചേച്ചീനെ കണ്ടത്. ആ ചേച്ചീൻ്റെ അടുത്ത് നമ്മൾ പേരക്ക വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കത്തിയില്ല. ചേച്ചി കത്തി കൊണ്ടുപോയിട്ട് തിരിച്ചു തന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്ത് ചെയ്ത്, കത്തി മാത്രമല്ല അവരുടെ മസാല പൗഡർ കൂടെ പാക്ക് ചെയ്ത് തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോ മക്കളെ, പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് നമ്മളെ താഴെയുള്ളത്. അപ്പൊ ഇതൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞാ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് പുതിയൊരു വ്ലോഗുമായിട്ട് ഞാൻ വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.